അപ്പോട്ടാ നമ്മുടെ ആൾക്കാരെ പോലീസുകാര്. അപ്പോട്ടാ ഞങ്ങളുടെ വീടും കുടിയും. ദൈവം കാവലുണ്ട്. പുതിയ ആളാ. ലീലാ ഗ്രൂപ്പിലെ അപ്പു, പപ്പം മുതലാളിയുടെ മൂത്ത മകൻ. ഞാൻ അപ്പു. വന്നത് പരാതി വല്ലതും ആണെങ്കിൽ ഒരു കഷ്ണം വെള്ളക്കടലാസിലും എഴുതി തന്നാ മതി. അങ്ങനെ എഴുതി അവതരിപ്പിക്കാൻ മാത്രമുള്ള പരാതിയൊന്നും ഇല്ലല്ലോ. എന്നാ പോവാം. ഇങ്ങ വേടാ പോവാ. അവരെ ഞാൻ അവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണല്ലോ വിളിച്ചോണ്ട് പോവാൻ ഞാൻ വന്നത്. ക്രിമിനലുകളെ പോലീസ് പിടിച്ചോണ്ട് വന്ന പുറകെ താമെന്ന് തിരിച്ചങ്ങ് ഒലത്തിക്കൊണ്ട് പോവോ? രാജശേഖരൻ പുതിയ ആളാണല്ലേ? ഈ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോട്ടറായിട്ട് ജീവൻ തുടങ്ങിയവനായി. ഒലത്തുക പുളുത്തുക എന്നൊക്കെ ഉള്ള 4-ാം തരം പോലീസ് സ്ത്രീ എങ്ങാനും വായിന്ന് വീണ. എനിക്ക് 14-ാം തരം നല്ല അസൽ അവിയൽ തെറിവരിയെ അതിലെല്ലാം ഉണ്ടാവേ. ഇറച്ചിയും മീനും പച്ചക്കറിയും നല്ല മുഴുത്ത പഴങ്ങളും ഒക്കെ. ഒരു പോർട്ടർ പോലീസ് തെറിവിളി മത്സരത്തിന് വന്നതല്ല ഞാനിവിടെ. ഇവരെ കൊണ്ടുപോകാനാ. അത് ഞാൻ കൊണ്ടുപോയിരിക്കും. കസ്റ്റഡിയിലെടുത്ത് അക്രമികൾ ഇറക്കിക്കൊണ്ടു പോകാനോ? എന്നാ എനിക്കൊന്ന് കാണണം. കസ്റ്റഡിയിലെടുത്തോ? ആരെ? അപ്പൊ മറ്റവന്മാരെന്ത് എടുത്തിട്ട് പൊങ്ങിയില്ലേ സാറിന്? ഗുണ്ടായുസത്തിന്റെ ബലത്തിൽ ലീലാക്കുണലി പൊളിച്ചു നീക്കാമെന്ന അക്രമികള് യോഗ്യന്മാർ. അവരവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എതിർത്ത് നിന്ന പാവങ്ങള് അക്രമികൾ. നന്നായിന്റെ അക്രമികൾക്ക് ആശുപത്രി ചികിത്സ അരുതെന്ന് പറഞ്ഞ് കരഞ്ഞ പാവങ്ങൾ അമ്മായിമ്മയുടെ വീട്ടിൽ കസ്റ്റഡിയിൽ. ശിവന്റെ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് കളിക്കാൻ നിൽക്കില്ല മാഷേ. 8-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തി ചുമടെടുക്കാൻ തുടങ്ങിയതിനിഷ്ട. ഇംഗ്ലീഷ് ഒന്നും ഈ ചെവിയിൽ അങ്ങനെ സൈസാവൂല, കേറൂല. നിർബന്ധാച്ചാ വീട്ടിൽ പെണ്ണുങ്ങൾ പഠിച്ചാണെങ്കിൽ അവിടെ ഒന്ന് സൈസാക്കി നോക്ക്, ചിലപ്പോ കേറും. ഇംഗ്ലീഷേ അധിക പ്രസംഗം വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ. സാർ എത്ര കാലമായി കസബ പോലീസ് സ്റ്റേഷൻ കാണാൻ തുടങ്ങിയിട്ട്? ഈ അടുത്ത കാലം മുതലല്ലേ? 10-17 വയസ്സ് മുതൽ ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങിയതാ. പോലീസുകാരത് അടിപിടിക്കാനല്ല, അധിക പ്രസംഗം, അടിപിടി, അക്രമം, കത്തിക്കുത്ത് മുതലായ കേസുകളിൽ പെട്ടിട്ട് നിങ്ങളെ പോലെയുള്ള ഒരു പെടുത്തിയിട്ട്. പിന്നെ അടുത്ത കാലം മുതൽ ഇവർക്കൊക്കെ വേണ്ടിട്ട്. മിസ്റ്റർ, നിങ്ങൾ ഈ കാണിക്കുന്ന പോക്രിത്തരത്തിന്റെ ഗൗരവം പിന്നെ മനസ്സിലാവും. അറിയാം. ഇപ്പൊ ഇത് എന്റെ കണക്കിൽ വെച്ചേക്ക്. ഇതിൽ നിന്നുണ്ടാകുന്ന കൊടക്കടി ഞാൻ സഹിച്ചു. സമി, ആ കടലാസങ്ങൾ കൊടുത്തേ. നേരായ വഴിക്ക് ഇവരെ ഇറക്കിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. അതിനെതിരെ നിന്നാ നമ്മൾ രണ്ടാളും സൂയിപ്പിലാവും. എന്തിനു വെറുതെ കച്ചറ? ഹലോ ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. കമ്മീഷണർ രവിശങ്കർ. നമസ്കാരം സാർ. ശിവനോ? അവൻ അവിടെ തന്നെ ഉണ്ടാവുമെങ്കിൽ ഞാൻ വരാം. ശരി സാർ.